ഹായ് ഓൾ, ഇന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ 4th യൂണിറ്റിലെ വാക്ക് എലോൺ എന്ന് പറയുന്ന ചാപ്റ്ററിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു പോയമാണ്. ദ ഗ്രേറ്റ് റൈറ്റർ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയമാണ്. ഈ യൂണിറ്റിൽ നമ്മൾ കൂടുതലായിട്ടും കണ്ടത് ബെത്താനി ഹാമിൽട്ടൻ്റെയും നീരജ ബനോത്തിൻ്റെയും പവർഫുൾ ആയിട്ടുള്ള 2 ടെസ്റ്റ്മെൻറ്റ്സ് ആണ്. മീൻസ് അവരെങ്ങനെയാണ് ഹ്യൂമൻ ബീയിങ്സ് എങ്ങനെയാണ് ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനായിട്ട് മറ്റുള്ളവർക്ക് മാറിയതെന്നാണ്. അതുപോലെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നമുക്ക് കുറച്ച് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ കുറച്ച് കറേജൊക്കെ തരുന്ന ഒരു പോയമാണ് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ വാക്ക് എലോൺ എന്ന് പറയുന്നത്. നമുക്കപ്പോൾ പോയത്തിലേക്ക് കടക്കാം. മലയാളം എക്സ്പ്ലനേഷനാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ടൈറ്റിൽ തന്നെ ഒരു സ്ട്രേഞ്ച് ടൈറ്റിലാണ്, വാക്ക് എലോൺ. ആ ടൈറ്റിൽ തന്നെ ഈ ഹോൾ പോയത്തിൻ്റെ ഐഡിയാസ് ഉണ്ട്. വാക്ക് എലോൺ, ഒറ്റയ്ക്ക് നടക്കുക, ലൈഫിൽ ഒറ്റയ്ക്ക് നടക്കുക, ഒറ്റയ്ക്ക് മുന്നേറുക എന്നൊക്കെയുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു സ്വയം പര്യാപ്തത, ആ ഒരു കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പോയമാണ് വാക്ക് എലോൺ എന്ന് പറയുന്നത്. ഇഫ് നോ വൺ ലിസൺസ് ടു യുവർ കോൾ then you must walk on alone. Move on alone, move on alone and move on alone. If no one speaks to you, oh my hapless one, if everyone turns the other way, if everyone is afraid, then open your heart and speak out your mind alone. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസ് നമുക്ക് ലൈൻ ബൈ ലൈൻ നോക്കാം. If no one listen to your call, നിങ്ങളുടെ വിളി അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം ആരും കേൾക്കുന്നില്ലെന്ന് വിചാരിക്കുക. ദെൻ യു മസ്റ്റ് വാക്ക് ഓൺ എലോൺ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കൂ, ഒറ്റയ്ക്ക് മുന്നേറൂ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സഹായിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, നിങ്ങളുടെ വിളി കേൾക്കാൻ ആരുമില്ല എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങുക, ഒറ്റയ്ക്ക് മുന്നേറുക. മൂവ് ഓൺ എലോൺ, മൂവ് ഓൺ എലോൺ, മൂവ് ഓൺ എലോൺ. വീണ്ടും ആ ഒരു വാക്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. മൂവ് ഓൺ എലോൺ, മൂവ് ഓൺ എലോൺ, മൂവ് ഓൺ എലോൺ. ഒറ്റയ്ക്ക് മുന്നേറൂ, ഒറ്റയ്ക്ക് മുന്നേറൂ, ഒറ്റയ്ക്ക് മുന്നേറൂ. ഇഫ് നോ വൺ സ്പീക്സ് ടു യു, ഓ മൈ ഹാപ്ലെസ് വൺ, ഇഫ് എവരി വൺ ടേൺസ് ദ അതർ വേ. ഇഫ് നോ വൺ സ്പീക്സ് ടു യു, നിൻ്റെ അടുത്ത് ആരും സംസാരിക്കുന്നില്ല. നോ വൺ സ്പീക്സ് ടു യു. ഓ മൈ ഹാപ്ലെസ് വൺ. ഇവിടെ ഹാപ്ലെസ് എന്നൊക്കെ പറയുന്നത് ഭാഗ്യമില്ലാത്ത ഒരു വ്യക്തി എന്നൊക്കെ കാണിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഭാഗ്യമില്ലാത്തൊരു വ്യക്തി, ആരും തിരിഞ്ഞു നോക്കാത്ത ഒരാളായിരിക്കാം നിങ്ങൾ. ഇഫ് എവരി വൺ ടേൺസ് ദ അതർ വേ, ഇഫ് എവരി വൺ ഈസ് അഫ്രൈഡ്. ഇഫ് എവരി വൺ ടേൺസ് ദി അതർ വേ, എല്ലാവരും തിരിഞ്ഞായിരിക്കും പോകുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വരൂ അല്ലെങ്കിൽ നിങ്ങളുടെ വിളി കേൾക്കാതെ അവരെല്ലാവരും തിരിഞ്ഞായിരിക്കും നടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പേടിയോ ഒക്കെ ആയിരിക്കാം. ദെൻ ഓപ്പൺ യുവർ ഹാർട്ട് ആൻഡ് സ്പീക്ക് ഔട്ട് യുവർ മൈൻഡ് എലോൺ. അങ്ങനെയെങ്കിൽ അവരെ ആശ്രയിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങളോട് തന്നെ സംസാരിക്കുക, നിങ്ങളിലേക്ക് തന്നെ നോക്കുക. മറ്റുള്ളവരാരും സഹായത്തിനില്ല എങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി, നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് വരണം, നിങ്ങൾ നിങ്ങളുടെ സക്സസ്സിലേക്ക് എത്തണം. ആ ഒരു കോൺസെപ്റ്റാണ് ഈ ഹോൾ പോയം പറയുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസ. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റാൻസയിലേക്ക് കടക്കാം. ഇഫ് എവരി വൺ ടേൺസ് എവേ, ഓ മൈ ഹാപ്ലെസ് വൺ, ഇഫ് as you walk alone on a dark road, no one joins you on your journey, then you must crush the thorns in your path with your bleeding feet and walk ahead alone. അപ്പോൾ ആദ്യത്തെ ലൈൻ ഇതാണ്. ഇഫ് എവരി വൺ ടേൺസ് എവേ, എല്ലാവരും നിങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് പോകുന്നു, നിങ്ങളിലേക്ക് അടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല, അവരെല്ലാം ദൂരേക്ക് പോകുന്നു. ഓ മൈ ഹാപ്ലെസ് വൺ, വീണ്ടും പറയുന്നു, ഭാഗ്യമില്ലാത്ത സുഹൃത്തെ. ഇഫ് ആസ് യു വാക്ക് എലോൺ ഓൺ എ ഡാർക്ക് റോഡ്, നിങ്ങൾ ഒരു ഡാർക്ക് റോഡിലൂടെ കടന്നു പോകുന്നു. ഡാർക്ക് റോഡ് അല്ല, ഇരുണ്ട പാത എന്ന് ഉദ്ദേശിക്കുന്നത് ജീവിതത്തെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമാണ്. നിങ്ങൾ അതിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. നോ വൺ ജോയിൻസ് യു ഓൺ യുവർ ജേണി, ആരും ആ ഒരു കഷ്ടത നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല, ആരും വരില്ല, ആരും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ദെൻ യു മസ്റ്റ് ക്രഷ് ദ തോൺസ് ഇൻ യുവർ പാത്ത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? യു മസ്റ്റ് ക്രഷ് ദ തോൺസ്. നിങ്ങളുടെ ആ ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ കഷ്ടപ്പാട് നിറഞ്ഞ പാതയിൽ ഒരുപാട് മുള്ളുകളുണ്ടാവും. ആ കഷ്ടപ്പാടുകളെ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസിനെയാണ് ഈ തോൺസ് അല്ലെങ്കിൽ മുള്ളുകളെന്ന് പറയുന്നത്. അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ
കാലുകൾ കൊണ്ട് ചവിട്ടി അരച്ച് മുന്നേറണം. വിത്ത് യുവർ ബ്ലീഡിങ് ഫീറ്റ്, നിങ്ങളുടെ ബ്ലീഡിങ് ഫീറ്റ്, ആ തോണുകൾ അല്ലെങ്കിൽ ആ കഷ്ടപ്പാടുകൾ കൊണ്ട് നിങ്ങൾ കഷ്ടത നിറഞ്ഞ് വളരെയധികം അവശനായിരിക്കാം. നിങ്ങളുടെ കാലുകൾ രക്തത്താൽ മുങ്ങിയിരിക്കാം. എന്നാലും ആ ഡിഫിക്കൽട്ടീസ് എല്ലാം തരണം ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വെച്ചിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പോയറ്റ് പറയുന്നത്. ഇനി തേർഡ് സ്റ്റാൻസ നോക്കാം. If no one holds up a light, O my hapless one, if on a dark, stormy and rainy night everyone seeks refuge behind a closed door, then with the flame from a roaring lightning set your own heart on fire and shine alone that many may aspire. ആദ്യത്തെ ലൈൻ നോക്കാം. If no one holds up a light, ഓ മൈ ഹാപ്ലെസ് വൺ. ഇഫ് നോ വൺ ഹോൾസ് എ ലൈറ്റ്, നിങ്ങൾക്ക് നേരെ ആരും ഒരു സഹായമോ അല്ലെങ്കിൽ ആരും ഒരു പ്രകാശമോ ഒരു ലൈറ്റോ നിങ്ങളുടെ നേർക്ക് തിരിക്കുന്നുണ്ടാവില്ല. ഇഫ് ഓൺ എ ഡാർക്ക് സ്റ്റോമി ആൻഡ് റെയിനി നൈറ്റ്, എങ്ങനെയുള്ള സാഹചര്യത്തിലാണ്? ആ ഒരു സ്റ്റോമി അല്ലെങ്കിൽ റെയിനി അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള ആ ഒരു നൈറ്റ്. ഇതിൽ സ്റ്റോമി അല്ലെങ്കിൽ ഡാർക്ക് അല്ലെങ്കിൽ റെയിനി നൈറ്റ് എന്നൊക്കെ കാണിക്കുന്നത് ആ ഒരു രാത്രി എന്നതിനെ ടാഗോർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫായിട്ടാണ്. നമ്മുടെ ജീവിതം അങ്ങനെയാണ്, ഭയങ്കര കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. അപ്പോൾ നമുക്കൊരു വെളിച്ചമോ വെട്ടമോ കാണിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദെൻ വിത്ത് ദി ഫ്ലെയിം ഫ്രം എ റോറിങ് ലൈറ്റ്നിങ്, ആ സമയത്ത് നല്ല മിന്നലുണ്ടാകും അല്ലേ? നല്ല ശക്തമായ മഴയുള്ള സാഹചര്യങ്ങളിൽ മിന്നലുണ്ടാകും. ആ മിന്നലിൻ്റെ വെളിച്ചം നമ്മൾ നമ്മുടെ മുന്നിലേക്കുള്ള വെളിച്ചമായിട്ടെടുത്ത് ആ ഒരു പ്രകാശത്തിലൂടെ മുന്നേറണം. സെറ്റ് യുവർ ഓൺ ഹാർട്ട് ഓൺ ഫയർ ആൻഡ് ഷൈൻ എലോൺ ദാറ്റ് മെനി മേ ആസ്പയർ. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ബിഹൈൻഡ് എ ക്ലോസ്ഡ് ഡോർ, അതായത് ഒരുപാട് ആൾക്കാർ ഈ ക്ലോസ് ചെയ്ത് ഡോറ് ക്ലോസ് ചെയ്ത് അതിന് അകത്ത് സുരക്ഷിതമായിരിക്കുന്നവരുണ്ട്. അതായത് ഡിഫിക്കൽട്ടീസിലേക്കൊന്നും ഇറങ്ങിത്തിരിക്കാതെ ആ ഒരു സേഫായിട്ടുള്ള സോണിലിരിക്കുന്ന അല്ലെങ്കിൽ സേഫായിട്ടുള്ളൊരു സിറ്റുവേഷനിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ഉണ്ടാകും. ആ ഒരു ലൈഫിലേക്ക് നിങ്ങൾ മുന്നേറണം. നിങ്ങൾ എങ്ങനെയാണ് മുന്നേറേണ്ടത്? നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തീ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കഴിവുകൾ മനസ്സിലാക്കി അതുപയോഗിച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് ഈ ഡിഫിക്കൽട്ടീസൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് നമ്മളുടെ പോയറ്റ് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് സമ്മറൈസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് ഇതാണ്: നിങ്ങളുടെ വിളി ആരും കേട്ടില്ലെന്നിരിക്കുക. ആ സമയത്ത് നിങ്ങൾ ആരും എൻ്റെ വിളി കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നിസ്സഹായനായിട്ട് നിൽക്കാതെ നിങ്ങൾ ഒറ്റയ്ക്ക് മുന്നേറാൻ ശ്രമിക്കണം. ഒരുപാട് ആൾക്കാർ നിങ്ങൾക്കെതിരെ മുഖം തിരിച്ച് നടന്നേക്കാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ വരാതിരിക്കാം. എന്നാലും നിങ്ങളതൊന്നും മനസ്സിലെടുക്കാതെ മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് നിങ്ങളോട് തന്നെ സംസാരിക്കണം. നിങ്ങൾ ഒറ്റയ്ക്ക് മുന്നേറണം. രണ്ടാമത്തെ സ്റ്റാൻസിൽ പറയുന്നത് ഇതാണ്: ഒരു ഡാർക്ക് റോഡ് ഉണ്ടാവാം. ആ ഡാർക്ക് റോഡിനെ നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെയാണ് കാണിക്കുന്നത്. ആ റോട്ടിൽ ഒരുപാട് കല്ലുകളും മുള്ളുകളും നിറഞ്ഞിട്ടുണ്ടാവാം. ആ മുള്ളുകളെയെല്ലാം ജീവിതത്തിലെ ഡിഫിക്കൽട്ടീസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിനെയെല്ലാം നിങ്ങൾ ചവിട്ടി മുന്നേറണം. നിങ്ങളുടെ കാലുകൾ രക്തത്താൽ മുങ്ങാം, എന്നാലും നിങ്ങൾ ആ വിജയത്തിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ധൈര്യമായി മുന്നേറണം. മൂന്നാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് ഇതാണ്: ഒരുപാട് ആൾക്കാർ, നല്ല ശക്തമായ ഇടിയും മഴയും ഒക്കെ ഉള്ളൊരു രാത്രിയിൽ ഒരുപാട് ആൾക്കാർ ഡോർ അടച്ച് അകത്ത് സുരക്ഷിതരായിരിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് വെളിച്ചമോ ലൈറ്റോ ആരും പ്രൊവൈഡ് ചെയ്തൊന്നും വരില്ല. നിങ്ങൾ ഇടിമിന്നലിനെ നിങ്ങളുടെ വഴിയിലേക്കുള്ള ഒരു വെളിച്ചമായിട്ട് കണ്ട് മുന്നേറണം. ഒരുപാട് ആൾക്കാർ കൊതിക്കുന്ന രീതിയിൽ ഷൈൻ ചെയ്ത് മുന്നേറണമെന്ന് പോയറ്റ് പറയുന്നു.